പത്തരമാറ്റ് സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദർശ് നയനയോട് ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ നയന തന്നെയായിരിക്കും തനിക്ക് കരൾ തന്നത് എന്ന സംശയം ദേവേനയിൽ വരികയാണ്. എന്ത് തന്നെ വന്നാലും സത്യം അറിയാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ ദേവേനെ അന്ന് ഇറങ്ങുകയാണ്. ഇന്ന് തന്നെയായിരിക്കട്ടെ ദേവേനി സ്വന്തം മരുമകളെ തിരിച്ചറിയുന്ന ദിവസം. സത്യമെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം ദേവേനി കുറ്റബോധം കൊണ്ട് നീറിപ്പുകയുന്നൊരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് പറയുന്നത്. ആദർശ് നയനയോട് ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യാദൃശ്ചികമായി ദേവേനി കേൾക്കാൻ ഇടവരുന്നുണ്ട്. അത് കേട്ടതിന് ശേഷമായിരിക്കട്ടെ ദേവേനിക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നത്. ഇനി ഒരു പക്ഷേ തനിക്ക് കരൾ തന്നത് നയന തന്നെയായിരിക്കുമോ? ഈശ്വര, ആലോചിച്ചൊരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഈ സത്യം എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? അതിനർത്ഥം ഞാൻ കാണാൻ പാടില്ലാത്ത ആരോ എനിക്ക് കരൾ തന്നു എന്നല്ലേ? അല്ലാതെ എനിക്ക് കരൾ തന്ന കുട്ടി എന്നെ കാണാൻ വിസമ്മതിക്കോ? ഈശ്വര, ഇതൊന്നും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചോട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജയൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ദേവേനി, നീ വലിയ ചിന്തയിലാണല്ലോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഒന്നുമില്ല ജയേട്ടാ, ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു എന്ന് പറയും. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ദേവ, ഇനി എന്തിനാ നീ വീണ്ടും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ആ കാര്യങ്ങളൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജയൻ. എന്താ ജയേട്ടാ അങ്ങനെ പറഞ്ഞത്? അത്രമാത്രം മോശം അവസ്ഥയിലായിരുന്നില്ലേ ഞാൻ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ജയൻ പറയുന്നുണ്ട്, അങ്ങനെയില്ല ദേവ, ഒരുപാട് ദുഃഖം നിറഞ്ഞ ചില നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഇനി ഏതായാലും അതിനെക്കുറിച്ച് ആലോചിച്ച് താൻ മനസ്സ് വിഷമിപ്പിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയട്ടെ ജയൻ. ജയേട്ടാ, കൃത്യസമയത്ത് ആ പെൺകുട്ടി എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കാട്ടെ ദേവയാനി. എന്താ ദേവ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ഇപ്പൊ തൽക്കാലം നീ അങ്ങനെയൊക്കെ കരുതിയാൽ മതി എന്ന് പറയുന്ന സമയത്തിന് ദേവേനെ ചോദിക്കുന്നുണ്ട്, എന്നാലും ആ കുട്ടി എനിക്ക് വേണ്ടി ഇത്രമാത്രം ത്യാഗം ചെയ്യാൻ മാത്രം ഞാൻ ആ കുട്ടിയുടെ ആരാ? ഒരു രൂപ പോലും വാങ്ങാതെ, അത് എന്നെ കാണുപോലും ചെയ്യാതെ ആ കുട്ടി എനിക്ക് കരൾ തരാൻ മാത്രം നമ്മൾ എന്താണ് ആ കുട്ടിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ആ കുട്ടിയും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിൻ്റെ പേരിലായിരിക്കും ആ കുട്ടി എന്നെ സഹായിച്ചത്? എന്തോ ജയേട്ടാ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ജയേട്ടാ, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തോ ഒന്നും മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറയട്ടെ ദേവയാനി. അപ്പോൾ ജയൻ പറഞ്ഞിട്ട്, എന്താ ദേവയാനി ഇത്? നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, ജയേട്ടാ, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എനിക്ക് എന്തായാലും ആ കുട്ടിയെ കാണണം, കണ്ടേ പറ്റൂ. നേരിൽ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, മറന്നു നിന്നെങ്കിലും എനിക്ക് ആ കുട്ടിയെ കാണണം. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അതിനെന്നെ സമ്മതിച്ചോ? എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ ഞാനൊന്ന് കാണാ എന്ന് പറയുന്നത് അതെൻ്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യമല്ലേ? എന്നിട്ട് നിങ്ങൾ അതൊന്നും എനിക്ക് ചെയ്തു തന്നില്ലല്ലോ എന്നൊക്കെ പറയും. ജയൻ പറയുന്നത്, ദേവേനി, ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ കാണിച്ചു തരാം. നിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നൊന്ന് കരകയറട്ടെ. നിന്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഒരുമിച്ച് തന്നെ ആ ഒരു പെൺകുട്ടിയെ കാണാൻ പോവാമെന്നൊക്കെ പറയുന്നുണ്ട് ജയൻ. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, ജയേട്ടാ, അതിന് മാത്രം എനിക്കിപ്പോൾ എന്താ കുഴപ്പം? ഇവിടെ നിന്നും അധിക ദൂരമൊന്നുമില്ലല്ലോ ആ കുട്ടിയുടെ വീട്ടിലേക്ക്. നമ്മുടെ കാറിൽ പയ്യെ എന്ന് പോയിട്ട് ആ കുട്ടിയെ കണ്ടുവരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാൽ ദേവേനി വീണ്ടും അതിനെപ്പറ്റി കുത്തിക്കുറിച്ച് ചോദിക്കുന്ന സമയത്തിന് വിഷൻ മാറ്റാൻ വേണ്ടി കൊണ്ടുതന്നെ ജയൻ ചോദിക്കുന്നുണ്ട്, ദേവേനി, സമയം ഇത്രമായില്ലേ? എന്നിട്ട് നീ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഭക്ഷണത്തിന് ശേഷം നിനക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ ദേവ എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറയുന്നത്, ജയേട്ടാ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം മരുന്നൊക്കെ കഴിച്ചോളാം. അല്ല ജയേട്ടാ, ഞാനിപ്പോൾ ചോദിച്ചതിന് ജയേട്ടന് മറുപടിയൊന്നുമില്ലേ? അപ്പോൾ ജയൻ പറഞ്ഞിട്ട്, ദേവേനി, നീ അതിനെ പറ്റിയിട്ട് കൂടെ ചോദിക്കില്ലേ? എനിക്കതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. ദേവേനി, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം നിന്നോട് സംസാരിച്ചത്. ഇനിയും നിനക്കെൻ്റെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല എങ്കിൽ അത് പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാട്ടോ ജയൻ. ഇതേ സമയത്ത് ദേവേനി വീണ്ടും ആലോചനയിലാണ്. എന്നാലും ആരായിരിക്കും തനിക്ക് ആ കരൾ തന്ന പെൺകുട്ടി? ആരായിരിക്കും ആ നല്ല മനസ്സിൻ്റെ ഉടമ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ദേവയാനി. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, അതെ, ഇനി നമ്മുടെ നയനമോൾ എന്നാ ഇങ്ങോട്ടേക്ക് വരിക? മുത്തശ്ശൻ പറഞ്ഞിട്ട്, അറിയില്ലടോ വസുന്ധരെ, നമ്മൾ അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അല്ലേ. അതുകൊണ്ട് സ്വന്തം മക്കളുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് അവരെ പോയി വിളിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. ആ ദേവേനയുടെ മനസ്സ് എന്തെങ്കിലും മാറുമെന്നൊക്കെയാണല്ലോ നമ്മൾ ഇത്ര കാലം ചിന്തിച്ചത്. അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട്, എന്നിട്ടെന്താ, നമ്മൾ വിചാരിച്ചതുപോലെ ഒരു അത്ഭുതവും സംഭവിച്ചില്ലല്ലോ. ചിലപ്പോൾ ദർശനം കഴിഞ്ഞ് വന്ന പാടെ തന്നെ ഒന്നും സംഭവിക്കില്ലായിരിക്കും. ഇനി നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവുമെന്നിങ്ങനെ പ്രതീക്ഷയോടെ പറയട്ടെ അവർ. അപ്പോഴായിരിക്കും ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ജയ, നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കണമെന്ന് കരുതിയതാ. എന്താ അച്ചാന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നത്, കുറച്ച് നേർച്ചകളും വഴിപാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കഴിക്കണം. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ല. ദേവേനുടെയും നയനയുടെയും പേരിലുള്ള കുറച്ചധികം വഴിപാടുകളും നേർച്ചകളൊക്കെയാണ്. എന്താണെങ്കിലും നാളെ രാവിലെ അമ്പലത്തിലേക്ക് ഞാനും വസുന്ധരയും പോകുന്നുണ്ട്. കൂടെ തന്നെ നീയും ആദർശവും വേണമെങ്കിൽ ആദർശനെയും കൂട്ടിക്കോ എന്ന് പറയുന്ന സമയത്തിന് പറയുന്നുണ്ട്, ശരി അച്ഛാ. എന്നാൽ ജയൻ്റെ പരങ്ങനെല്ലാം കാണുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ജയ നിനക്ക് പറ്റിയത്? നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജയൻ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, എനിക്ക് പറയാനുള്ളത് ദേവേനയുടെ കാര്യം തന്നെയാണെന്ന് പറയും. ദേവേനയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് ജയൻ പറയുന്നുണ്ട്, ഒന്നും പറയണ്ട അച്ഛാ. ഏത് സമയം നോക്കിയാലും തനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വാശിയിലാണ് ദേവയാനി എന്ന് പറയും.
ഓ അവൾ അത് ഇതുവരെ വിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജയൻ പറഞ്ഞു, ഇല്ലച്ചാ, എന്താണെങ്കിലും സ്വന്തം കരൾ കൊടുത്ത് ജീവൻ ദാനം നൽകിയതല്ലേ. അപ്പോൾ ആർക്കാണെങ്കിലും ആ വ്യക്തിനെ കാണണമെന്നൊരാഗ്രഹം തോന്നില്ലേ? അങ്ങനെ ഒരു കടുത്ത ആഗ്രഹം തന്നെയാണ് ദേവയാനിക്കുമെന്ന് ജയൻ പറയുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് ജയ, പക്ഷേ നമ്മൾ എങ്ങനെയാ അവൾക്ക് നയനമോളെ കാണിച്ചു കൊടുക്കുക? ഒരു പക്ഷേ നയനമോളാണ് കരൾ ദാനം തന്നത് എന്നെങ്ങാനും ദേവേനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഒന്നാമത് ദേവേന്റെ ഹെൽത്ത് ഒന്നും അത്ര ഓക്കെ ആയിട്ടുമില്ല. അപ്പൊ ജയൻ പറയുന്നത്, നയനമോളോടുള്ള വെറുപ്പ് അതിനിപ്പോൾ സ്വന്തം ശരീരത്തിനോട് പോലും വെറുപ്പ് പോലെ തോന്നിയാലോ എന്ന പേടിയിലാണ് അച്ഛാ ഞാൻ എന്ന് പറയും. എന്തെങ്കിലും ഒരു മാറ്റം ദേവേന്റെ മനസ്സിലുണ്ടാവണേ എന്ന് മാത്രമാണ് എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. മുത്തശ്ശൻ പറയുന്നത്, അങ്ങനെയുള്ള പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കാതിരിക്കില്ല ജയ. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയല്ലേ നിങ്ങളെല്ലാവരും മല ചവിട്ടിയത്. എല്ലാം ശരിയാവും, ചിലപ്പോൾ അതിനുള്ള പ്രതിഫലം കിട്ടിയെന്ന് വരില്ല. എല്ലാം ശരിയാവും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നത്, ജയ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ദേവേനെ നയനമോളെ മനസ്സിലാക്കിയതിനു ശേഷം ദേവേനെ തന്നെ നയനമോളെ എങ്ങനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഞാനും നിന്റെ അച്ഛനൊക്കെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ജലജ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ, ഏതൊരു നിമിഷത്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അച്ഛനും അമ്മയും ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കാട്ടെ ജലജ. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവള് വന്നല്ലോ, ഇത്ര നേരം ഒളിഞ്ഞു കേൾക്കായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ജലജ നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഓ ഇനിയിപ്പോൾ ഞാനൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇവിടെ ഞാൻ എൻ്റെ വാക്കൊക്കെ ആരെങ്കിലും മുഖവരയ്ക്ക് എടുക്കുന്നുണ്ടോ? അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ജലജ നീ അങ്ങനെയൊക്കെ പറയുന്നത്, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജലജ പറയുന്നുണ്ട്, ഓ അത് പിന്നൊന്നും പറയണ്ടല്ലോ, ഇവിടെ കുറവുകൾ മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ ജലജ പറയുന്ന സമയത്തിന് ജയൻ അങ്ങ് ദേഷ്യം വരും. ജയൻ ചോദിക്കുന്നുണ്ട്, എടി നിനക്കിവിടെ എന്ത് കുറവാണുള്ളത് ഒന്ന് പറഞ്ഞേന്ന് പറയും. അപ്പോൾ ജലജ പറഞ്ഞിട്ട്, അതെ ഞാൻ കുറ്റവും കുറവൊന്നും പറയാൻ വരുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാവർക്കും എന്നോട് കുറ്റം മാത്രമേ ഉള്ളൂ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, നിനക്കൊന്നും പറയാനില്ല എങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അയ്യോ ഇപ്പം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമേ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അപ്പോൾ നീ സുഖവിവരം അന്വേഷിക്കാൻ വന്നതായിരിക്കുമല്ലേ, നീ ഇപ്പോൾ ഒരാഴ്ചയായാലും അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ജലജ പറയുന്നുണ്ട്, ഷെടാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതാണോ കുറ്റം, എങ്കിൽ ശരി ഞാൻ പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ജലജ പയ്യെ അവിടെ നിന്നങ്ങ് സ്കൂട്ടാവുന്നുണ്ട്. ജലജ അവിടെ നിന്നങ്ങ് മാറി നിന്നതിന് ശേഷം മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഒന്ന് ഒളിഞ്ഞു കേൾക്കാമെന്ന് വിചാരിച്ച് ചെന്നു നോക്കിയാൽ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താണെങ്കിലും ഏടത്തിയെ പറ്റിയും നയനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതിന് മാത്രം ആ പെണ്ണിന് എന്തായിരിക്കും പ്രശ്നം? ഇതൊക്കെ അറിയാൻ എന്താ ഒരു മാർഗം? ആ ഒരു മാർഗമുണ്ട്. അവിടെ നിന്ന് ജലജ പോകുന്നത് നേരെ അബിയുടെയും നവ്യയുടെയും മുറിയിലേക്കായിരിക്കും. ജലജ അബിയുടെയും നവ്യയുടെയും ബെഡ്റൂമിൻ്റെ അവിടെ പോയിട്ട് ശക്തമായിട്ട് ഡോറിങ്ങനെ മുട്ടി വിളിക്കാട്ടോ. ആ സമയത്തിന് നവ്യ പറഞ്ഞിരുതേ ഒന്ന് തുറന്നു നോക്കി അബി, എനിക്കിവിടെ വയ്യാതിരിക്കില്ലേ, നീ ആ ഡോറൊന്ന് പോയി തുറന്നു നോക്കിയെന്ന് പറയും. എന്നാൽ അബി യാതൊരു മൈൻഡുമില്ലാതെ അവിടെ ഇരിക്കുന്ന സമയത്തിന് ഇതെന്തൊരു കഷ്ടമാണ്, മിക്കവാറും തൻ്റെ അമ്മ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ ഡോറ് തുറന്നു നോക്കുന്ന സമയത്ത് ജലജ തന്നെയായിരിക്കട്ടെ മുട്ടി വിളിക്കുന്നത്. വാതിൽ തുറന്ന ഉടനെ തന്നെ നവ്യെ കണ്ട ഉടനെ തന്നെ ജലജക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഓ നീയും ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മുറിയിലല്ലാതെ പിന്നെ എവിടെ, നിങ്ങളുടെ മുറിയിൽ വന്ന് കിടക്കണമെന്ന് ചോദിക്കും. ഓ നീ എവിടെ വേണമെങ്കിലും പോയി കിടന്നോടി, എൻ്റെ മോൻ എവിടെയെന്ന് ചോദിക്കും. അടാ അബി എന്നൊക്കെ വിളിക്കാട്ടോ. എടാ നീ 24 മണിക്കൂറും ഇവളുടെ കൂടെ ഇവിടെ വന്ന് കിടക്കാണോ എന്ന് ചോദിക്കും. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അത് പിന്നെ അമ്മേ എൻ്റെ കാലിന് വയ്യാത്തതല്ലേ, കാലിന് വയ്യാത്ത ഞാൻ പിന്നെ എവിടെ പോവാനാന്നൊക്കെ ചോദിക്കും. അപ്പം ജലജ പറയുന്നുണ്ട്, അതേടാ നിനക്ക് അങ്ങനെ തന്നെ വേണം, മൃദുശുദ്ധിയോടുകൂടിയൊന്നല്ലല്ലോ നീ മല ചവിട്ടാൻ പോയത്, അയ്യപ്പനെ കളിയാക്കിയിട്ടല്ലാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് നിനക്ക് എങ്ങനെ കിട്ടാതിരിക്കും എന്നൊക്കെ ചോദിച്ച് അബി ഇങ്ങനെ കളിയാക്കി സംസാരിക്കുകയാണ് ജലജ. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്, അമ്മ ഇപ്പം എന്നെ കുറ്റപ്പെടുത്താനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അല്ലടാ മോനെ അതിനൊന്നുമല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ആദ്യം ഒന്നും അവിടെ നിന്നും എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്ന സമയത്തിന് അബി പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ എൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യ, എനിക്ക് ഒരടി പോലും നടക്കാൻ വയ്യ എന്നൊക്കെ പറയും. അപ്പം ജലജ പറഞ്ഞിട്ട്, അതെ നീ ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വാടാ, എനിക്ക് കാര്യപ്പെട്ടൊരു കാര്യം പറയാനാ, അല്ലെങ്കിൽ ഞാൻ ഇവളുടെ മുന്നിൽ നിന്നതങ്ങ് പറയേണ്ടി വരുമെന്ന് പറയും. എന്നാൽ ജലജ പയ്യെ അബിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ അബിയുടെ ചെവിയിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് എനിക്കും കേൾക്കണം, നിങ്ങൾ എന്താ സംസാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട്, അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലായേ, ഞാൻ എൻ്റെ മകനോട് എനിക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞതാണ് എന്ന് പറയും. ഓ അതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജലജ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്നെ കൊണ്ട് പറ്റുമോ, എനിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നവ്യ പറയുന്നുണ്ട്, അതെ ചെറിയ വല്ല സാധനങ്ങളാണെങ്കിൽ ഒന്ന് നോക്കാമെന്ന് പറയും. അപ്പം ജലജ പറയുന്നുണ്ട്, അതേ നിനക്കൊക്കെ ചെറിയത് മാത്രമേ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ, അതിനുള്ള കപ്പാസിറ്റിയുള്ള നിന്റെ കുടുംബക്കാർക്കുള്ളൂ നിന്റെ വീട്ടുകാർക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നവ്യ എങ്ങനെ കുറ്റപ്പെടുത്തും. അപ്പം നവ്യ പറഞ്ഞിട്ട്, ദേ വെറുതെ നിങ്ങൾ എന്നെ ദേഷ്യപ്പിടിപ്പിക്കാൻ നിൽക്കുന്നു വേണ്ടട്ടോ, ഞാൻ നിങ്ങളോട് മര്യാദക്കല്ലേ സംസാരിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ എന്നോട് മര്യാദയിൽ സംസാരിച്ചാലേ, നിങ്ങൾ എന്നോട് കുറച്ചും കൂടെ സ്നേഹത്തിൽ നിന്നാൽ നന്നായി എന്നെ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട്, അയ്യോ എൻ്റെ നവ്യെ ഞാൻ നിന്നോട് സ്നേഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, നീ വെറുതെ എന്നോട് വഴക്കിന് വരണ്ടെന്ന് പറയുന്ന സമയത്തിന്, അല്ലെങ്കിലും വഴക്കിന് വന്നത് ഞാനാണല്ലോ, ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഇടിച്ചു കയറി വന്നത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അബി പറയുന്നുണ്ട്, നവ്യ നീ ഒന്നും മിണ്ടാതിരുന്നേ,
എനിക്ക് നിൻ്റെയും കൂടെ വഴക്ക് കേൾക്കാൻ വയ്യ എന്നൊക്കെ പറയും. എന്നിട്ട് അബി പറഞ്ഞിട്ട് അമ്മ ഇങ്ങ് വന്ന് ഞാൻ ഏതായാലും വരാമെന്നൊക്കെ പറഞ്ഞ് ജലജയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോരാട്ടോ അബി. ജലജ അബിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തിന് ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പിറുപിറുത്തുകൊണ്ടായിരിക്കട്ടോ പോകുന്നത്. ഇത് കാണുന്ന സമയത്തിന് നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് അബിനെ പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ടതിനെ പറയുന്നുണ്ട്, അബി അവരുടെ കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, അവരുടെ വാക്ക് കേട്ട് ഇനിയും തെറ്റായ വഴികളിലൂടെ തന്നെ നീ സഞ്ചരിക്കരുതേ എന്ന് പറയും. അപ്പോഴേക്കും നവ്യ ഒന്ന് നോക്കിക്കൊണ്ടതിന് ജലജയുടെ പുറകെ അങ്ങ് പോവാട്ടോ അബി. അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം നവ്യ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഇനി എന്തിനാണാവോ അവൻ്റെ അമ്മ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ദേവേനെ വീട്ടിലെ ഡ്രൈവറെ വിളിച്ചുകൊണ്ടതിന് കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എത്തിയതിനു ശേഷം ഡ്രൈവർ അങ്ങ് വണ്ടി നിർത്തും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഡം ഇതല്ലേ മാഡം പറഞ്ഞ സ്ഥലം എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനെ ചുറ്റും നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ ഇത് തന്നെയാണെന്ന് പറയും. ദേവേനെ വന്നേക്കുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും. ഡ്രൈവറോട് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും. എന്നിട്ട് ഡ്രൈവർ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടിയോണ്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ദേവേനെ നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. ദേവേനെ നേരെ ചെന്നെത്തുന്നത് ആദ്യം തന്നെ ദേവേനെ ചെക്കപ്പ് ചെയ്തിരുന്ന ആ ഒരു ലേഡി ഡോക്ടറെ അടുത്തേക്കായിരിക്കും. ദേവേനെ കണ്ടുകൊണ്ട് തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആ എന്താ മാഡം ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഒന്നുമില്ല ഡോക്ടർ എന്ന് പറയുന്ന സമയത്തിന് ഡോക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ദേവേനെ നിങ്ങളുടെ സംസാരത്തിനൊക്കെ ഒരു തളർച്ച പോലെ എന്ന് ചോദിക്കും. ഒന്നുമില്ല ഡോക്ടർ എന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്തിന് ഡോക്ടർ പറഞ്ഞിട്ട്, ദേവേനി ഇരിക്കൂ, ഡോക്ടർ ഇപ്പോൾ തിരക്കിലാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറഞ്ഞിട്ട്, ഇപ്പോൾ തിരക്കൊന്നുമില്ല, ഒരു പേഷ്യൻറ്റിനെ കാണാനുണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറയും. മാഡം പറഞ്ഞോളൂ എന്നിങ്ങനെ ഡോക്ടർ പറയുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, അല്ല ഡോക്ടർക്ക് അർജൻറ്റാണെങ്കിൽ ഡോക്ടർക്ക് പോയിട്ട് വന്നോളൂ എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട്, അതൊന്നും കുഴപ്പമില്ല, അത് ചെക്കപ്പ് നടത്താനാ, അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാലും മതി. അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞില്ല, ചെക്കപ്പിന് ഡേറ്റ് ആയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അത് പിന്നെ ഡോക്ടർ എനിക്കൊരു സത്യം അറിയണം. ദേവേന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ലേഡി ഡോക്ടർ ഇങ്ങനെ വിചാരിക്കുന്നത് മറ്റേ ഡോക്ടർ തന്നോട് വിളിച്ച് പറഞ്ഞ കാര്യമായിരിക്കും. ദേവേനയുടെ ഓപ്പറേഷൻ നടത്തിയിരുന്ന ആ ഒരു ഡോക്ടർ ഈ ലേഡി ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ദേവേനെ നേരത്തെ വിളിച്ച് കരൾ തന്ന കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു എന്ന കാര്യങ്ങളൊക്കെ ഈ ഡോക്ടറോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ ദേവേനി വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറഞ്ഞൊരു സത്യമൊക്കെ ഞാൻ അറിഞ്ഞു, എന്നാലും ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും. എന്താ കാര്യം നിങ്ങൾ തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുമെന്ന് ചോദിക്കുന്ന സമയത്തന്നെ അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, എനിക്ക് കരൾ തന്ന് എന്നെ സഹായിച്ച എനിക്ക് ജീവൻ നിലനിർത്തിയ ആ ഒരു പെൺകുട്ടി ആരാണെന്ന് അറിയണമെന്ന് എനിക്ക് മതിയായ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചിട്ടൊന്നും അവരൊന്നും തന്നെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് അതൊന്ന് നേരിട്ടറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് വന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, മാഡം ഇതിനുള്ള മറുപടി എല്ലാവരും മാഡത്തിന് തന്നതല്ലേ, ആ ഒരു മറുപടി മാത്രമേ എനിക്കും ഇപ്പോൾ തരാനുള്ളൂ. ആ കുട്ടിക്കൊരിക്കലും ആരെയും കാണണമെന്നില്ല, പ്രത്യേകിച്ച് മാഡത്തിനെ. ആ കുട്ടിക്ക് അന്നേരം ഒരാളെ രക്ഷിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി മാഡത്തിനെ രക്ഷിച്ച് ആ കുട്ടിയുടെ കടമ തീർത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ അവർക്ക് പെർമിഷൻ ഇല്ലാതെ എങ്ങനെ ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തരുന്നത്? ഈ ഒരു കാര്യത്തിൽ മാത്രം മാഡത്തിനോട് എനിക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയട്ടോ ഡോക്ടർ. എന്നാൽ ഡോക്ടറിൽ നിന്ന് വിവരമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ദേവേനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എന്നിട്ട് ദേവേനി പറയുന്നത്, ഇത് തന്നെയാണ് ഡോക്ടർ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, എന്തായാലും കുഴപ്പമില്ല, ആ കുട്ടി സന്തോഷവതിയായിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രതീക്ഷയോട് കൂടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും. ആ കുട്ടി എന്തായാലും ഒരു ദിവസം നിങ്ങളുടെ കൺമുന്നിലെത്തും. ആ കുട്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ കൺമുന്നിലേക്ക് നിങ്ങളെ തേടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർ ഇങ്ങനെ ദേവേനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ദേവേനി വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ദേവേനെ ഇങ്ങനെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചെക്കപ്പ് ചെയ്തതിന് ശേഷം എല്ലാം നോർമലാണെന്നൊക്കെ പറയും. എന്നിട്ട് ദേവേനോട് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ തനിയെ വരരുത്, ആരെങ്കിലും കൂട്ടിയിട്ട് വരണമെന്നൊക്കെ പറയും. അപ്പോൾ ദേവേനി പറയുന്നത്, ഞാൻ ഡ്രൈവറെ കൂട്ടിയിട്ട് കാറിലാണ് മാഡം ഇങ്ങോട്ടേക്ക് വന്നത്, പിന്നെ ഇവിടേക്കൊരു സ്റ്റെപ്പ് മാത്രമല്ലേ കയറാനുള്ളൂ. അങ്ങനെ ഡോക്ടർ ദേവേനെ പരിശോധിച്ചതിന് ശേഷം കുറച്ച് ദിവസത്തേക്കുള്ള മരുന്നും കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവേനെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് ദേവേനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്താണെങ്കിലും ഇവിടെയുള്ള നഴ്സുമാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാമായിരിക്കും. എന്നെ അറിയിക്കരുത് എന്ന കാര്യമൊന്നും ഇവിടുത്തെ നഴ്സുമാർക്ക് അറിയില്ലല്ലോ. നഴ്സുമാർക്ക് എന്തായാലും സത്യം അറിയാതിരിക്കില്ല. നഴ്സുമാർക്ക് നയനയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ കുട്ടിയാണോ എനിക്ക് കരൾ തന്നത് എന്ന് നഴ്സുമാരോട് ചോദിച്ചുകൂടാന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാട്ടോ ദേവയാനി. എന്നിട്ട് ദേവേന് നേരെ ആ ഒരു നഴ്സിംഗ് റൂമിലേക്ക് ചെല്ലും. ദേവേന് നേരെ ആ ഒരു നഴ്സിംഗ് റൂമിലേക്ക് ചെന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന സമയത്തിന് ദേവേനെ അവർക്ക് നല്ല പരിചയം തോന്നും. എന്താ മാഡം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ നഴ്സുമാർ ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. ഞാൻ ഡോക്ടറെ കാണാൻ ചെക്കപ്പിന് വേണ്ടി വന്നതായിരുന്നു. തിരിച്ചു വരുമ്പോൾ നിങ്ങളെന്ന് കണ്ടേച്ച് പോവാമെന്ന് വിചാരിച്ചു. എന്ത് പറ്റി മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, അതൊന്നുമില്ല. ഇപ്പം അടുത്ത് ഈ ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നഴ്സുമാർ പറയുന്നിട്ട്, അതെ നടന്നിരുന്നു. ആ ലിവർ ഡൊണേറ്റ് ചെയ്ത കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നഴ്സുമാർ പറഞ്ഞിട്ട്, അതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, അതെ ഞാനൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തരാം, ആ കുട്ടി തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താമോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു നഴ്സിനോട് ചോദിക്കുന്നുണ്ട്, നീ എല്ലായിരുന്നോ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടിയിലുള്ളായിരുന്നത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും ദേവേനി നയനയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു നഴ്സിനോട് ചോദിക്കുന്നുണ്ട്, അതെ ഈ കുട്ടിയായിരുന്നോ ലിവർ ഡൊണേറ്റ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നഴ്സ് ആ ഒരു ഫോട്ടോ ഒന്നും കൂടി നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതെ ഈ കുട്ടി തന്നെയാണ്.
ഇതൊരു നല്ല മനസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ അന്നേ പതിഞ്ഞതാണ്. അതുകൊണ്ട് ഈ കുട്ടി തന്നെയാണ് ലിവർ ഡൊണേറ്റ് ചെയ്തത് എന്നൊക്കെ പറയട്ടെ നഴ്സ്. എന്നാൽ നയനയാണ് ലിവർ ഡൊണേറ്റ് ചെയ്തത് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ദേവേനെ ആകങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരിക്കും. പിന്നീട് വീണ്ടും നഴ്സുമാരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ദേവേനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ദേവേന അതൊന്നും തന്നെ കേൾക്കുന്നില്ല കേട്ടോ. നിറ കണ്ണുകളോടെ തന്നെ ആകങ്ങനെ വല്ലാത്ത കുറ്റബോധം കൊണ്ട് നെഞ്ച് നീറി കരഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവയാനി. സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം ദേവേനി നേരെ പോകുന്നത് ഡോക്ടറുടെ മുറിയിലേക്കായിരിക്കും. എന്നാൽ ദേവയാനി സത്യമെല്ലാം മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഡോക്ടർക്ക് അവിടെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ദേവയാനി ചെന്ന് ചോദിക്കുന്നൊരു ഡോക്ടർ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ച സത്യം ഇതായിരുന്നു അല്ലേ? ഞാൻ ഇത്രകാലം വെറുത്തിരുന്ന, ഞാൻ ഇത്രകാലം ശത്രുവിനെ പോലെ കണ്ടിരുന്ന ആ കുട്ടി തന്നെയായിരുന്നല്ലേ ഡോക്ടർ എൻ്റെ ജീവൻ പോലും രക്ഷിച്ചത്? എന്തിനാ ഡോക്ടർ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നിൽ നിന്നും ഇത് മറച്ചു വെച്ചത്? പാവം എൻ്റെ നയനമോളായിരുന്നല്ലേ എന്നെ രക്ഷിച്ചത്. ഈശ്വര, എത്രമാത്രം മഹാപാപിയായിരുന്നു ഞാൻ. പാവം എൻ്റെ നയനമോളെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു. എത്രമാത്രം ഞാൻ അവളെ വെറുത്തിട്ടുണ്ട്, എത്രമാത്രം ഞാൻ അവളെ ശപിച്ചിട്ടുണ്ട്. ഒരമ്മ പോലും ആരോടും ചെയ്യാത്ത അത്രമാത്രം ക്രൂരമായിട്ടല്ലേ ഞാൻ ഇത്ര കാലം എൻ്റെ നയനമോളോട് പെരുമാറിയിട്ടുള്ളൂ. ഈശ്വര, എത്രമാത്രം മഹാപാപിയായിരുന്നല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടറുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ ദേവയാനി. സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം ദേവേനി ഇങ്ങനെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നീറിപ്പോവുകയാണ്. അതിനുശേഷം ദേവേനി അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് നയനയുടെ അടുത്തേക്കായിരിക്കും. ദേവേനി നയനയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നയന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം നയനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ദേവേനി. നയനമോളെ, നീ എന്നോട് പൊറുക്കണം. ഇത്ര കാലം ഞാൻ നിന്നെ ദ്രോഹിച്ചതിനും എല്ലാത്തിനും നീ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി നയനയുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയും. അതിനുശേഷം പറയുന്നുണ്ട്, ഇനി മുതൽ നീ എൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കും, മകളായിട്ട് തന്നെ ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി ചെന്നിട്ട് നയനെ കൂട്ടിക്കൊണ്ട് തന്നെ അനന്തപുരി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ദേവേനി നയനെ തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.